മലങ്കര സഭയിൽ നിന്നുകൊണ്ട് മലങ്കര സഭയ്ക്ക് ലഭിച്ച നീതിയെയും സഭയുടെ കണ്ണുനീരിനും വില പറയുന്ന മെത്രാന്മാർ മലങ്കര സഭയ്ക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അടൂർ കടമ്പനാട് ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്ത സഖറിയ മാർ റപ്രൈം മെത്രാച്ചൻ വിശുദ്ധനാകുവാൻ ശ്രമിച്ചാൽ അതത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാവായുടെ കാലത്ത് വന്ന പരാതികൾ ഉൾപ്പെടെ തെളിവ് സഹിതം പലരും ഇന്നും സൂക്ഷിക്കുന്നുവെന്ന് വല്ലപ്പോഴുമെങ്കിലും ഓർമ്മ വേണം. ക്രൈം വാർത്തയിലും ചില തെളിവുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഓർത്തുകൊള്ളുക. പള്ളിപ്പിടുത്തം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് സഭയുടെ പിതാക്കന്മാർ അനുഭവിച്ച കഷ്ടപ്പാടിനെയും കണ്ണുനീരിനെയുമാണ്. അതിനെയാണ് മെത്രാച്ചൻ തള്ളിപ്പറഞ്ഞത്. വടക്കൻ പ്രദേശത്ത് ഉൾപ്പെടെയുള്ള വിശ്വാസികളുടെ വരെ പണത്തിൽ തിന്നു കൊഴുത്ത് കാളക്കുട്ടനായി അത് എല്ലിനിടയിൽ കയറുമ്പോൾ ഉള്ള കുത്തൽ മലങ്കര നസ്രാണികൾ വിചാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. മലങ്കര സഭയ്ക്ക് ലഭിച്ച സുപ്രീം കോടതി വിധികളിൽ വെള്ളം ചേർക്കുവാൻ പല ഭാഗത്തു നിന്നും അച്ചാരം വാങ്ങി പല കാലത്തും പലരും ശ്രമിച്ചിട്ടുണ്ട്. വിശുദ്ധരാകുവാൻ ശ്രമിക്കുന്ന പുതുമുഖ മെത്രാപ്പൊലീത്തമാരെയും പ്രത്യേകിച്ച് ബാഹ്യഭാരതത്തിൽ ഭാവിയിലെ മാലകൾ പ്രതീക്ഷിച്ച് വ്യക്തിപ്രഭാവം വളർത്തിയെടുക്കുവാൻ പ്രത്യേക ക്ലാസുകൾ നടത്തുന്നവരെയും വിശ്വാസികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരോട് ഒന്ന് മാത്രം പറയട്ടെ, മലങ്കര സഭയിലെ വിശ്വാസികളുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. സമാധാനം ഉണ്ടാകുന്നത് സന്തോഷം തന്നെ, പക്ഷേ മലങ്കര ഓർത്തഡോക്സ് സഭയെ കരയ്ക്കു കയറുവാൻ പറ്റാത്ത വിധം കിണറ്റിൽ തള്ളിയിട്ടുകൊണ്ടൊരു സമാധാനം ആരും ആഗ്രഹിക്കുന്നില്ല. മൂന്ന് മാലയ്ക്കായുള്ള ശ്രമത്തിനിടയ്ക്ക് മലങ്കര സഭയെ മറന്നാൽ അത് ഓർമ്മിപ്പിക്കാൻ മലങ്കര നസ്രാണികൾക്കറിയാം. അടൂർ മെത്രാന്റെ കുൽസിത പ്രവർത്തനങ്ങൾ മുൻപും പൊതുജനങ്ങൾ കണ്ടതാണ്. വിശ്വാസികൾക്കെതിരെ കേസ് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഈ മെത്രാനെ നിലയ്ക്ക് നിർത്തുവാൻ സഭയ്ക്കും സഭാ നേതൃത്വത്തിനും ജനങ്ങൾക്കും കഴിയണം. സഭയെ ദ്രോഹിക്കുന്ന ഇതുപോലുള്ള മെത്രാച്ചന്മാരെ പള്ളികളിൽ വിളിച്ചു കയറ്റി സഭയെ ദ്രോഹിക്കാതിരിക്കുക. സന്യാസിയായി അരമനയിൽ പ്രാർത്ഥിച്ചിരിക്കട്ടെ. പൊതുപരിപാടികളിൽ നിന്ന് ഇതുപോലുള്ളവരെ പൊതുജനം ഒഴിവാക്കുക. ദൈവവിധിയെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്ന ചുവന്ന കുപ്പായധാരികളെ നിങ്ങൾക്ക് മാപ്പില്ല. നിങ്ങളുടെ നേട്ടങ്ങൾക്കായി ഈ ജനതയെ തെരുവിലേക്ക് ഇറക്കരുത്. ഒരു വശത്തുകൂടെ സഭയുടെ സ്വാതന്ത്ര്യം പറയുകയും മറു സൈഡിലൂടെ വിശ്വാസികളെ പൊട്ടന്മാരാക്കുകയും ചെയ്യുന്ന പ്രവണത തുടർന്നാൽ അതിനെ ചെറുക്കുവാൻ മലങ്കര നസ്രാണിക്ക് കരുത്തുണ്ട്. സ്വാർത്ഥ നേട്ടങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളുമായി വിശ്വാസികളെ ചൂഷണം ചെയ്ത് മലങ്കരയിൽ തഴച്ചു വളരുവാൻ ഒരു ഇത്തിൽ കണ്ണിയും ശ്രമിക്കേണ്ട. ആൽമരത്തിന്റെ ചില ശിഖരങ്ങൾ ഉണങ്ങിക്കരിഞ്ഞാലും അത് വെട്ടി വൃത്തിയാക്കുവാൻ മലങ്കര നസ്രാണിക്കറിയാം. മറ്റു ശിഖരങ്ങൾ നന്നായി വളർന്നാൽ അതും ഞങ്ങൾ അംഗീകരിക്കും. ആലിനെ തന്നെ പിളർത്തുവാൻ ഇത്തിൽ കണ്ണികൾ വളർന്നാൽ അത് പിഴുതെടുത്ത് കളയുവാൻ മലങ്കര നസ്രാണികൾക്ക് അറിയാം.